ഈ റാപ്പർ വേടനെ തൃശ്ശൂരിൽ എത്തിച്ച് തെളിവെടുത്തിരിക്കുന്നു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിവരം. വനംവകുപ്പ് സംഘം ഈ ലോക്കറ്റ് പണിത ജ്വല്ലറിയിൽ എത്തിച്ചാണ് തെളിവെടുത്തിരിക്കുന്നത്. വിവരങ്ങളുമായി ശരത്ത് ഓങ്ങല്ലൂർ തൃശ്ശൂരിൽ നിന്ന് ചേരുകയാണ്. ശരത്ത്, റാപ്പർ വേടനെ തൃശ്ശൂരിൽ എത്തിച്ച് തെളിവെടുത്തിരിക്കുന്നു എന്നതാണ് ഈ സമയം നമ്മുടെ മുൻപിലേക്ക് എത്തുന്ന ഏറ്റവും പുതിയ വിവരം. ഈ ജ്വല്ലറിയിൽ എത്തിച്ച് തെളിവെടുത്തിരിക്കുന്നു. ഒപ്പം തന്നെ സന്തോഷ് കുമാർ ജ്വല്ലറി ഉടമ ചില കാര്യങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ചോദിച്ചതിനെ കുറിച്ച് അടക്കം. മനു, തീർച്ചയായിട്ടും ഇത് രാവിലെയാണ് കോടനാട് നിന്നും വനം വകുപ്പ് റാപ്പർ വേടനുമായിട്ട് തൃശ്ശൂരിലെത്തിയത്. ആദ്യം തൃശ്ശൂരിൽ വേടൻ ലോക്കറ്റ് പണിതു എന്ന് പറയപ്പെടുന്ന ഈ വിയ്യൂരുള്ള സരസ ജ്വല്ലറിയിലേക്കാണ് എത്തിച്ചത്. അവിടെ വെച്ചിട്ട് സന്തോഷ് കുമാറിനോട് ചില കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. അത് സന്തോഷ് കുമാർ പറഞ്ഞു, ഇത് പുലിപ്പല്ലാണെന്ന് അറിഞ്ഞിട്ടല്ല താൻ ഇത്തരത്തിൽ ലോക്കറ്റ് കെട്ടിക്കൊടുത്തിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തനിക്ക് കൂടുതൽ അറിയില്ല. താൻ ഇതിൽ 1000 രൂപയിൽ താഴെ മാത്രമാണ് ഇതിൽ ഈടാക്കിയിട്ടുള്ളത്. ലോക്കറ്റ് തിരിച്ചു വാങ്ങാൻ വന്നപ്പോഴാണ് തന്റെ മകനാണ് ഇത്തരത്തിൽ ഇത് റാപ്പർ വേടനാണെന്ന് തിരിച്ചറിയുകയും ഇങ്ങനെ പറയുകയും ചെയ്തത്. തനിക്കിത് ശരിക്കുള്ള പുലിപ്പല്ലാണെന്ന് അറിയുമായിരുന്നില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ താൻ അത് ചെയ്യുമായിരുന്നില്ല എന്ന കാര്യം കൃത്യമായിട്ട് സരസ ജ്വല്ലറി ഉടമയായിട്ടുള്ള സന്തോഷ് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഇദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയിട്ട് ഇദ്ദേഹത്തിന്റെ തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ വേടനെ കൊണ്ട് വീട്ടിലെത്തിച്ചിട്ടുണ്ടായിരുന്നു. തെളിവെടുപ്പ് നടത്തിയിട്ട് ഏതാനും നിമിഷങ്ങൾ മാത്രം വേണ്ടിയുള്ള തെളിവെടുപ്പിന് ശേഷം വേടനുമായിട്ട് വനം വകുപ്പ് അതെ വേടന്റെ വീട്ടിലെത്തിയാണ് തെളിവെടുപ്പ് നടത്തിയത്. തെളിവെടുപ്പ് എത്തിയ സമയത്ത് വേടൻ ഇത്തരത്തിൽ മാധ്യമങ്ങളോട് എന്ന രീതിയിൽ പറഞ്ഞു, പാവങ്ങളാണ്, ബുദ്ധിമുട്ടിക്കരുത്, ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് തിരിച്ച് വനംവകുപ്പ് അധികൃതർ പോയത്. ഇത് കഴിഞ്ഞോ? തെളിവെടുപ്പ് പൂർത്തിയായോ? മനു, ഇവിടെ തൃശ്ശൂരിൽ നിന്ന് തെളിവെടുപ്പ് പൂർത്തിയായിട്ടുണ്ട്. തെളിവിൽ ഇപ്പോൾ കോടനാട്ടേക്ക് വനം വകുപ്പ് അധികൃതരുമായിട്ട് വേടന്റെ കസ്റ്റഡി കാലാവധി കഴിയും. അതുകൊണ്ട് തന്നെ തിരിച്ച് കോടനാട്ടേക്ക് വേടനുമായിട്ട് വനം വകുപ്പ് അധികൃതർ പോയിട്ടുണ്ട്. മനു, ശരി. ശരത് ഓങ്ങല്ലൂർ തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഏതായാലും വേടനെ കൊണ്ട് തൃശ്ശൂരിലെത്തിച്ച് തെളിവെടുത്തു. ഈ പുലിപ്പല്ല് ലോക്കറ്റ് പണിത ആ ജ്വല്ലറിയിൽ എത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത്. വിവരങ്ങളാണ് ഇപ്പോൾ ശരത്ത് നമുക്ക് നൽകിയത്.